ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ലോജിക്കിലെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് നെഗേഷൻ, അതുപോലെ കോമ്പിനേഷൻ എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്? മാത്തമാറ്റിക്കൽ ലോജിക്കില് സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആണ്. ഇറ്റ്സ് എ മീനിങ് സെന്റൻസ്. ഒരു മീനിങ് സെന്റൻസിനെ എന്തും ആയിക്കോട്ടെ, മീനിങ് ഉണ്ടോ, അതിനെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കാം. ഇനി എന്താണ് പ്രിപ്പോസിഷൻ? പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ മീനിങ് സെന്റൻസ് ഉണ്ടല്ലോ, അതായത് സോ കോൾഡ് സ്റ്റേറ്റ്മെന്റ്, അതിന് ഒരു ഡെഫിനിറ്റ്നെസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കൊരു പ്രിപ്പോസിഷൻ എന്ന് പറയാം. എന്താണ് ഡെഫിനിറ്റ്നെസ് ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ദ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി ഈദർ ട്രൂ ഓർ ഫോൾസ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഹാവിങ് ഡെഫിനിറ്റ്നെസ്, അതിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് പറയാനായിട്ട് പറ്റും ദ സ്റ്റേറ്റ്മെന്റ് ഇത് ട്രൂ ആണ് അല്ലെങ്കിൽ ഫോൾസ് ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റണം. ഇനി അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നെഗേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് ഇസ് സംവാട്ട് അല്ല, കംപ്ലീറ്റ്ലി സിമിലർ ടു നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സ് പഠിക്കുമ്പോൾ നോട്ട് ഗേറ്റിന് ഈക്വൽ ആണ് ഈ പറയുന്ന നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. സേ നമ്മുടെ പക്കല് പ്രൊപ്പോസിഷൻ പി ഉണ്ടെന്ന് വിചാരിക്കാം. ഇറ്റ് ക്യാൻ ബി ഈദർ ട്രൂ ഓർ ഫോൾസ്. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ പ്രിപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടിൽഡ് ഓപ്പറേറ്റർ പി എന്ന് വേണമെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം. സേ നമ്മുടെ പ്രിപ്പോസിഷൻ ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. പ്രിപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ അതിന്റെ നെഗേഷൻ ട്രൂ ആയിരിക്കും. സെയിം ആസ് നോട്ട് ഗേറ്റ്. അത് നമ്മൾ ഡിജിറ്റലിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഇനി ഫർദർ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒറ്റ പ്രിപ്പോസിഷൻ മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതായത് ഒരു അറ്റോമിക് പ്രിപ്പോസിഷന്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സിംഗിൾ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പോസിഷൻ. ഇൻ കേസ് ഒരു ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ, അതായത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രപ്പോസിഷൻസ് വരുവാണെങ്കിൽ, അതായത് രണ്ടോ അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നിച്ച് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ വരുന്ന കണക്റ്റീവ് സിമ്പിൾസും അതിന് പറയുന്ന വേർഡും അതിന് യൂസ് ചെയ്യുന്ന ടേംസും അതിന്റെ എക്സാമ്പിൾസും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഈ മാത്തമാറ്റിക്കൽ ലോജിക്കിൽ പഠിക്കേണ്ടത് കൺജങ്ഷൻ, വിച്ച് ഇസ് ആൻഡ്. ദോ കൺജങ്ഷൻ, അതിന്റെ സിമ്പിള് ഇങ്ങനെയാണ്, മുകളിലോട്ടുള്ള ഏരോ. അതായത് സേ രണ്ട് പ്രിപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ എ ആൻഡ് ബി, എ കൺജങ്ഷൻ ബി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ ആൻഡ് ബി, സിംപ്ലി ആൻഡ് ആണ് എയും ബിയും കൂടെ. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓർ, അതായത് ഡിസ്ജങ്ഷൻ. അത് നമ്മൾ താഴോട്ടുള്ള ഏരോ വെച്ചിട്ടാണ്, വി സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എ ഓർ ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇംപ്ലിക്കേഷൻ. ഇതിനെ നമ്മൾ ഇംപ്ലൈസ് എന്നും പറയും. സിംഗിൾ ആരോ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇംപ്ലൈസ്. യൂഷ്വലി നമ്മൾ ഇംപ്ലൈസ് ഇങ്ങനെയല്ലേ കൊടുക്കാറുള്ളത്, ഒന്നല്ല എ ഇംപ്ലൈസ് ബി, അങ്ങനെ അതൊരു എക്സാമ്പിൾ ആണ്. എ ഇംപ്ലൈസ് ബി എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ബൈ ഇംപ്ലിക്കേഷൻ. ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ബൈ ഇംപ്ലൈസ്, ബൈ കണ്ടീഷണൽ എന്നും വേണമെങ്കിൽ അതിനെ പറയാം. മീൻസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഈ ഒരു സിമ്പിൾ നമുക്ക് അറിയുന്നതാണ്, എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെഗേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ ഒറ്റ പ്രിപ്പോസിഷന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. സോ കോമ്പിനേഷൻ ആണെങ്കിൽ ഈ 4 എണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്, രണ്ടോ അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, ഓക്കെ, കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് പ്രിപ്പോസിഷൻസ് എന്ന് വേണമെങ്കിലും അതിനെ പറയാം. നമുക്ക് ഇതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞ ഓരോ ലോജിക്കിന്റെയും ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. സി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പോസിഷൻ പി, സെക്കൻഡ് വൺ ക്യൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പിയും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ക്യൂ ആണെങ്കിൽ കൺജങ്ഷൻ വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് യൂസിങ് ദ സിമ്പിൾ ദിസ്.
ഓക്കെ, ആൻഡ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, പി ആൻഡ് ക്യൂ. ഡിജിറ്റലിൽ നമ്മൾ എയും ബിയും കൂടെ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് ഇതാണെങ്കിൽ എ ഇൻറ്റു ബി ചെയ്യും. ഈ രണ്ട് ഇൻപുട്സും ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. അല്ലാത്ത എല്ലാ കേസസിലും എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സിമിലർലി ഇവിടെ നോക്കൂ, ടു സ്റ്റേറ്റ്മെന്റ്സിന്റെ പിയും ക്യൂവും ട്രൂ ആവുന്ന കേസിൽ നമുക്ക് പറയാം അതിന്റെ പി ആൻഡ് ക്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ട്രൂ ആണ്. അതായത് ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ദെൻ ഓൺലി ദ റിസൾട്ട് വിൽ ബി ട്രൂ. പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നമുക്ക് അറിയുന്ന കാര്യമാണ്, ഫോർ n സ്റ്റേറ്റ്മെന്റ്സ് എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 2n കോമ്പിനേഷൻസ് പോസിബിൾ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ n സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ n സ്റ്റേറ്റ്മെന്റ്സും ആൻഡ് യു ആണെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് കിട്ടുക ഏത് കേസിലാണ്? ഈ n സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആവുന്ന കേസിൽ. അല്ലാത്ത കേസസിലെല്ലാം നോക്കുമോ, ട്രൂ ഫോൾസ് ആണെങ്കിൽ ഫോൾസ്, ഫോൾസ് ട്രൂ ആണെങ്കിൽ ഫോൾസ്, അഗൈൻ ഫോൾസ് ഫോൾസ് ആണെങ്കിൽ ഫോൾസ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. നൗ ഡിസ്ജങ്ഷൻ, നമ്മൾ ടെർമിനോളജീസ് പഠിച്ചിരിക്കണമെന്ന് മാത്രം. ഡിസ്ജങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓർ എന്നുള്ളതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്, പി ഓർ ക്യൂ. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്തുള്ള ഓർ ഗേറ്റ് പോലെ തന്നെയാണ് ഇതിന്റെ വർക്കിങ്ങും. എയും ബിയും ഇൻപുട്ട് ആണെങ്കിൽ എ പ്ലസ് ബി ചെയ്യുന്ന പോലെ ഈതർ വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം റിസൾട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാ ഇൻപുട്സും ഫോൾസ് ആണെങ്കിൽ മാത്രമേ ഇതിനകത്ത് റിസൾട്ട് ഫോൾസ് ആവുകയുള്ളൂ. അല്ലാത്ത എല്ലാ കേസസിലും എന്താണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഓർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ഇംപ്ലിക്കേഷൻ. ഇംപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞു പി ഇംപ്ലൈസ് ക്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇതെങ്ങനെയാ വെച്ചാല്, സേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് വിചാരിക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ ഇംപ്ലിക്കേഷൻ ഫോൾസ് ആയിരിക്കും. അത് മാത്രമേ ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ട ഒരു കേസ് ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. അങ്ങനത്തെ കേസിൽ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ ഇംപ്ലൈസ് ഫോൾസ്. അല്ലാത്ത എല്ലാ കേസസിലും എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. കണ്ടോ, നോക്കൂ, ഇവിടെ പി ഇംപ്ലൈസ് ക്യൂ ഫോൾസ് ആവുന്ന കണ്ടോ. ഇനി ഇവിടെ സപ്പോസ് ക്യൂ ഇംപ്ലൈസ് പി ആയിരുന്നെങ്കിൽ ട്രൂത്ത് ടേബിൾ എങ്ങനെയാ വരാ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കണം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിരിക്കണം. സോ ഈ കേസിൽ മാത്രം നമുക്ക് റിസൾട്ട് ഫോൾസ് ആയിരിക്കും, ബാക്കിയുള്ള എല്ലാ കേസസിലും ട്രൂ ആയിരിക്കും. സോ ദിസ് ഇംപ്ലൈസ് പി ഇംപ്ലൈസ് ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു ക്യൂ ഇംപ്ലൈസ് പി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ലോജിക്, ബൈ ഇംപ്ലിക്കേഷൻ. ബൈ ഇംപ്ലിക്കേഷൻ അത് പറയുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബൈ ഇംപ്ലിക്കേഷൻ ട്രൂ ആയിരിക്കും. അല്ലാത്ത കേസസിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. മനസ്സിലായില്ലേ? സോ നോക്കൂ, ഇവിടെ ട്രൂ വന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ, ദെൻ പി ബൈ ഇംപ്ലൈസ്, അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാം പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. അതെന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. നോക്കൂ, ഇവിടെ ഫോൾസ് ആവുന്ന കേസിലും എന്താണ് ട്രൂ ആണ് വരുന്നത്. ബട്ട് ഡിഫറൻസ് വരുന്ന കേസസിൽ, ഇത് സ്റ്റേറ്റ്മെന്റ്സിൽ ഇതിലെങ്കിലും ഒരു ഡിഫറൻസ് വരുന്ന കേസസിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. അതായത് നമുക്ക് ഇതിനെ ഇങ്ങനെ പറയാം, ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ് ദെൻ ബൈ ഇംപ്ലിക്കേഷൻ ഈസ് ട്രൂ. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം ഇതില്. സേ നമുക്ക് കുറച്ച് ട്രൂത്ത് ടേബിൾസ് എഴുതി നോക്കാം. അതായത് പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി, ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, അല്ലെ? പിയും ക്യൂ ആണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ക്യൂ ഇംപ്ലൈസ് പി കാണാം, ദെൻ പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി കാണാം. ഓക്കെ, സോ ആദ്യം തന്നെ ട്രൂ ട്രൂ, ദെൻ ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഏറ്റവും ലാസ്റ്റ് ഒരു കേസും കൂടെ വരും, ഫോൾസ് ഫോൾസ്. ഓക്കെ, ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസും ആണെങ്കിൽ ആ കേസ് മാത്രം എന്താവും? ഫോൾസ് ആവും. ബാക്കിയുള്ള എല്ലാ കേസസും ട്രൂ ആയിരിക്കും, അല്ലേ?
ഇനി ഈ കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യണം, നമുക്ക് പി ആയിട്ട് ആൻഡ് ചെയ്യണം. രണ്ട് ഇൻപുട്സും നമുക്ക് ട്രൂ ആയിരിക്കണ കേസിൽ മാത്രമാണ് ട്രൂ വരുന്നത്, അല്ലാത്ത കേസസിലൊക്കെ ഫോൾസ് ആയിരിക്കും വരിക. സിമിലർ ടു ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഓൺലി, ആൻഡ് ഗേറ്റ് പോലെ തന്നെ. അപ്പൊ ട്രൂ, ഇവിടെ ഒരു ട്രൂ വന്നിട്ടുണ്ട്, ട്രൂ വന്നിട്ടുണ്ട്, ട്രൂ ട്രൂ ട്രൂ, ദെൻ ട്രൂ ട്രൂ ട്രൂ, ഫോൾസ് 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 ആണ് വരിക, ഫോൾസ് ട്രൂ ഫോൾസ് ആണ് വരിക. ഒരു ഫോൾസ് എന്ന് പറയുമ്പോൾ സീറോയും ട്രൂ എന്ന് പറയുമ്പോൾ 1 എന്നുള്ള ലോജിക് പോലെ തന്നെ. ഓക്കെ, 0 ആൻഡ് 1 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കിട്ടുക, 0 അല്ലേ കിട്ടുക. സിമിലർലി 0 ആൻഡ് 0 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് കിട്ടുക. ബട്ട് 1 ആൻഡ് 1 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക, 1 ആൻഡ് 1 ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ദാറ്റ് ലോജിക് ഓൺലി. അപ്പൊ ഇതിനകത്ത് നമുക്ക് എഴുതിക്കൂടെ, പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ നോക്കിക്കേ ഈ ഒരു കോളം, ഈ 4th കോളം എന്ന് പറയുന്നത് ദിസ് ഇസ് വെരി മച്ച് സിമിലർ ടു ദ ഫസ്റ്റ് കോളം വിച്ച് ഇസ് പി. ദിസ് ഇസ് ഈക്വൽ ടു പി എന്ന് എഴുതിക്കൂടെ നമുക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മേ ബി ചോദിച്ചേക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ തന്നെ നമ്മൾ ട്രൂത്ത് ടേബിൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ, നമുക്കൊരു ട്രൂത്ത് ടേബിളും കൂടെ ചെയ്ത് നോക്കാം. നെഗേഷൻ ഓഫ് പി ഓർ പി ബൈ ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യൂ, അപ്പൊ നമുക്ക് 2 വേരിയബിൾസേ ഉള്ളൂ, പിയും ക്യൂവും. നേരത്തെ പോലെ തന്നെ ഞാൻ ആദ്യം തന്നെ വാല്യൂസ് എഴുതി വെക്കുവാണേ. ട്രൂ 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 ഫോൾസ്, ഫോൾസ് ട്രൂ, ദെൻ ഫോൾസ് ഫോൾസ്. 4 കേസസ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, പി ബൈ ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ എങ്ങനെയാണ്, ഇതർ 2 സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആയിരിക്കണം അല്ലെ, ആ കേസിൽ ട്രൂ, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സും ഫോൾസ് ആയിരിക്കണം, അല്ലാത്തതെല്ലാം ഫോൾസ് ആണ്. ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യണം, ഓർ ചെയ്യാണ്. ഏത് വെച്ചിട്ട്, പി വെച്ചിട്ട് ഓർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പി ഓർ പി ബൈ ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് പി ട്രൂ ട്രൂ ട്രൂ, ദെൻ ട്രൂ ഫോൾസ് ട്രൂ, false false, unfortunately false, then false true true. Then ഇതിന്റെ നെഗേഷൻ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനെ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു എക്സ് എന്നുള്ള ടേം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് ഈ പറയുന്ന എൻ്റെ ടേമിനെ. ദെൻ നെഗേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, ട്രൂ എന്നുള്ളത് ഫോൾസ് ആയി, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ ആയി, ട്രൂ ഫോൾസ് ആയി അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു 3 ലോജിക്കും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നാൻഡ്, നോറ്, ദെൻ എക്സ്നോർ അല്ല എക്സോർ നോക്കാം നമുക്ക്. ഓക്കെ, ദിസ് ഇസ് വെരി മച്ച് സിമിലർ ടു ദ കോൺസെപ്റ്റ്സ് ഇൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഓൺലി. ഇതെല്ലാം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലുള്ള ലോജിക്കിന് സിമിലർ ആണ് കേട്ടോ. ഇതിനകത്ത് നാൻഡ് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് ആൻഡ് ആണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എയും ബിയും അല്ലേ, നമുക്ക് വേണമെങ്കിൽ എ നാൻഡ് ബി എന്ന് എഴുതാനായിട്ട് നാൻഡിനെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് ഡൗൺ ആരോ വെച്ചിട്ട് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം, നോറിനെ എനിക്ക് അപ്പ് ആരോ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, എക്സോർ എന്ന് പറയുമ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇതിപ്പോ ഫോൾസ് ഫോൾസ് ഫോൾസ്, ഫോൾസ് ട്രൂ, ട്രൂ ഫോൾസ്, 1ഉം 0ഉം വെച്ച് റെപ്രസെന്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ദെൻ ട്രൂ ട്രൂ. ഫോൾസ് ഫോൾസ് വരുന്ന കേസിൽ നാൻഡ് ആണെങ്കിൽ ആൻഡിന്റെ നെഗേഷൻ അല്ലേ, നാൻഡ് ആണെങ്കിൽ ഏത് കേസിലാണ്, 2ഉം ട്രൂ ആവുന്ന കേസിൽ മാത്രം ഫോൾസ്, ബാക്കി എല്ലാ കേസസിലും എന്തായിരിക്കും വരുന്നുണ്ടായിരിക്കുക, ട്രൂ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. നോർ ആണെങ്കിൽ 2ഉം ഫോൾസ് വരുന്ന കേസിൽ മാത്രം ട്രൂ വരും, ബാക്കി എല്ലാ കേസസിലും ഫോൾസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇനി എക്സോർ, 2 വേരിയബിൾസ് എക്സോർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഐ മീൻ 2 ഇൻപുട്സ് 2 സ്റ്റേറ്റ്മെന്റ്സ് എക്സോർ ചെയ്യുകയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ്സും ഡിഫറെന്റ് ആണെങ്കിൽ ഒന്ന് ട്രൂവും ഒന്ന് ഫോൾസും അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും, അല്ലാത്ത കേസസിലെല്ലാം ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ നാൻഡും നോറും എക്സോറൊക്കെ വെച്ചിട്ട് ട്രൂത്ത് ടേബിൾ എഴുതാനായിട്ട് പറയുവാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് അറിയണം. സോ ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ട്രൂ ഫോൾസ് എന്ന് എഴുതുന്നതാണ്, ടി ആൻഡ് എഫ് എഴുതുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് 0s and 1s യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ എങ്കിൽ അത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, തിയററ്റിക്കൽ എക്സാം അല്ല. കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ഏത് ഷോർട്ട് കട്ട് ആണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അത് വേണം ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ.
ഇനി കുറച്ച് ടെർമിനോളജീസ് പഠിക്കാനുള്ളത് ടോട്ടോളജി, കോൺട്രാഡിക്ഷൻ ആൻഡ് കോണ്ടിജൻസി. ഇതിനകത്ത് ടോട്ടോളജി എന്ന് പറയുന്നത് നമ്മുടെ ട്രൂത്ത് ടേബിളിനകത്ത് ലാസ്റ്റ് കോളം മൊത്തത്തിൽ ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം, നമുക്ക് തന്നിട്ടുള്ള ലോജിക്ക് ഒരു ടോട്ടോളജി ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് കോളം ഇൻ കേസ് ഫോൾസ് ആണെങ്കിൽ, കംപ്ലീറ്റ് വാല്യൂസ് ഫോൾസ് ആണെങ്കിൽ, റിസൾട്ട്സ് ഫോൾസ് ആണെങ്കിൽ അതൊരു കോൺട്രാഡിക്ഷൻ ആണെന്ന് പറയാം. ഇൻ കേസ് ലാസ്റ്റ് കോളം ഓഫ് ട്രൂത്ത് ടേബിൾ ഈസ് സംടൈംസ് ട്രൂ ആൻഡ് സംടൈംസ് ഫോൾസ്, മിക്സ്ഡ് ആണെങ്കിൽ എന്ത് പറയാം, നമുക്ക് കോണ്ടിൻജൻസി എന്ന് പറയാം. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. കൺസ്ട്രക്ട് P implies Q if and only if by implies, okay, negation of P or Q. Okay, now I'm going to write P, Q, then P implies Q കാണണം, എനിക്ക് negation of P കാണണം, negation of P or Q കാണണം. then ഞാൻ ചെയ്യേണ്ട കാര്യം P implies Q by implies negation of P or Q. Okay, P and Q ഞാൻ എഴുതുവാണേ. ട്രൂ ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഫോൾസ് ഫോൾസ്. ഓക്കെ, P implies Q എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂവും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോൾസും ആയിട്ടുള്ള കേസിൽ മാത്രം ഫോൾസ് വരും, ബാക്കിയെല്ലാം ട്രൂ വരും. ഓക്കെ, ഇനി നെഗേഷൻ ഓഫ് P എന്ന് പറയുമ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുവാണേ. ഫോൾസ് ഫോൾസ് ട്രൂ ട്രൂ. ഓക്കെ, ഇനി ഈ നെഗേഷൻ ഓഫ് P ഓർ Q ചെയ്യുമ്പോൾ നെഗേഷൻ ഓഫ് P ഓർ Q, അതായത് ട്രൂ ഫോൾസ്, അപ്പൊ എങ്ങനെയാ വരിക റിസൾട്ട്? ട്രൂ അല്ലേ വരിക? ഫോൾസ് ഫോൾസ് ഫോൾസ്, ദെൻ ട്രൂ ട്രൂ ട്രൂ, അഗെയിൻ ഫോൾസ് ട്രൂ ട്രൂ. അതായത് രണ്ടും ഫോൾസ് ആണെങ്കിൽ മാത്രം ഫോൾസ്, അല്ലാത്ത കേസസിലെല്ലാം ട്രൂ. ഇനി ബൈ ഇംപ്ലൈസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഏത്? ഈ ഒരു ടേമും അതുപോലെ തന്നെ ഈ ഒരു ടേമും തമ്മിലുള്ള ബൈ ഇംപ്ലൈസ്, അതാണ് പെർഫോം ചെയ്യേണ്ടത്. അത് പെർഫോം ചെയ്യുമ്പോൾ നോക്കുമോ, ട്രൂ ട്രൂ, സോ ട്രൂ, ദെൻ ഫോൾസ് ഫോൾസ്, അതും ട്രൂ. രണ്ട് ഇൻപുട്സും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? റിസൾട്ട് ട്രൂ ആയിരിക്കും എന്നാണ് നമ്മൾ ബൈ ഇംപ്ലൈസിൽ പഠിച്ചിട്ടുള്ളത്. എല്ലാം ട്രൂ അല്ലേ? അപ്പൊ നമുക്ക് പറയാം ഹിയർ നമുക്ക് തന്നിട്ടുള്ള LHS P implies Q എന്ന് പറയുന്നത് this is equal to RHS ആണ്. Since LHS is equal to RHS, we can say that this logic is tautologically same. Okay. ഇനി നമുക്ക് കുറച്ച് ടെർമിനോളജീസും കൂടെ ഫെമിലിയർ ആവാനുണ്ട്. അത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പഠിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് ഇംപ്ലിക്കേഷൻ. തന്നിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഇതാണ്. സ്റ്റേറ്റ്മെന്റ് ഇൻ എ ട്രയാങ്കിൾ ABC, if AB is equal to AC, then angle B is equal to angle C എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, പിയും ക്യൂവും. അപ്പൊ ഇഫ് P implies Q, then നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കോൺവേഴ്സ് ആണ് എന്ന് പറയണമെങ്കിൽ Q implies P ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഇൻവേഴ്സ് ആണ് എന്ന് പറയണമെങ്കിൽ നെഗേഷൻ ഓഫ് P implies നെഗേഷൻ ഓഫ് Q ആയിരിക്കണം. അതുമല്ല അത് കോൺട്രാപോസിറ്റീവ് ആണ് എന്ന് പറയണമെങ്കിൽ നെഗേഷൻ ഓഫ് Q implies നെഗേഷൻ ഓഫ് P ആയിരിക്കണം. ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ഇംപ്ലിക്കേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ ഈ കോൺസെപ്റ്റ്സ് മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇംപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് കോൺവേഴ്സ് എന്ന് പറയുന്നത്, കോൺവേഴ്സ് നമുക്കറിയാം Q implies P. Q implies P എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? ഇൻ ട്രയാങ്കിൾ ABC, ഇഫ് angle B is equal to angle C, then AB is equal to AC. This is how we write the converse of the statement. ഇനി അടുത്തത് ഇൻവേഴ്സ്. ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ പറഞ്ഞു നെഗേഷൻ ഓഫ് P implies നെഗേഷൻ ഓഫ് Q. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ട്രയാങ്കിൾ ABC, ഇഫ് AB not equal to AC, then എന്തെന്ന് പറയാം എനിക്ക്?
ആംഗിൾ ബി നോട്ട് ഈക്വൽ ടു ആംഗിൾ സി. ഇനി ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെയാണ് എഴുതുക? കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി അല്ലേ? അപ്പൊ ഇൻ ട്രയാങ്കിൾ എ ബി സി എനിക്ക് എങ്ങനെ എഴുതാം? ഇഫ് ആംഗിൾ ബി ഇസ് നോട്ട് ഈക്വൽ ടു ആംഗിൾ സി ദെൻ നെഗേഷൻ ഓഫ് പി അല്ലേ വരുന്നത്. അപ്പൊ എ ബി നോട്ട് ഈക്വൽ ടു എ സി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഇംപ്ലിക്കേഷൻ, അതായത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് എന്നിവ എഴുതുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി കുറച്ച് പ്രോപ്പർട്ടീസും ലോസും ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡംപൊട്ടന്റ് ഓർ യൂണിറ്റ്. വേറൊന്നുമല്ല, പി ഓർ പി ഈസ് ഈക്വൽ ടു പി ആയിരിക്കും. പി ആൻഡ് പി ഈസ് ഈക്വൽ ടു പി ആയിരിക്കും. പി എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആണ്, ക്യൂ എന്ന് പറയുന്നത് അനദർ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് ലോസ് ആണ് സെക്കൻഡ് വൺ. പി ഓർ ക്യൂ സ്ട്രിക്ട്ലി ഈക്വൽ ടു ക്യൂ ഓർ പി ആയിരിക്കും. അതുപോലെ തന്നെ പി ആൻഡ് ക്യൂ സ്ട്രിക്ട്ലി ഈക്വൽ ടു ക്യൂ ആൻഡ് പി. ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സ്ട്രിക്ട്ലി ഈക്വൽ ടു എന്ന് എഴുതണം. പി ഓർ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ഓർ പി ആയിരിക്കും. പി ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ ആൻഡ് പി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് അസോസിയേറ്റീവ് ലോസ് ആണ്. പി ഓർ ക്യൂ ഓർ ആർ. ആർ എന്ന് പറയുന്നത് അനദർ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ പി ഓർ ക്യൂ ചെയ്തിട്ട് ഓർ ആർ ചെയ്താൽ അത് ഈക്വൽ ആയിരിക്കും. സിമിലർലി ആൻഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും. അസോസിയേറ്റീവ് ലോസിൽ അതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് ആണുള്ളത്. പി ഓർ ക്യൂ ആൻഡ് ആർ വരുവാണെങ്കിൽ പി ഓർ ക്യൂ ആൻഡ് പി ഓർ ആർ എന്ന് വേണം എഴുതാനായിട്ട്. ഇതൊക്കെ ഡിജിറ്റലിനകത്തുള്ള സെയിം ലോസ് തന്നെയാണ് കേട്ടോ. പി ആൻഡ് ക്യൂ ഓർ ആർ എന്ന് പറയുമ്പോൾ പി ആൻഡ് ക്യൂ ഓർ പി ആൻഡ് ആർ. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് കഴിഞ്ഞാൽ ഐഡന്റിറ്റി ആൻഡ് ഡോമിനേഷൻ ലോസ്. ഐഡന്റിറ്റി ലോസിൽ പറയുന്നത് പി ഓർ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ എന്തായിരിക്കും? പി ആയിരിക്കും. അതെങ്ങനെയാ വരുന്നത്? പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഫോൾസ്. ഫോൾസ് എപ്പോഴും ഫോൾസ് തന്നെയായിരിക്കും കേട്ടോ. പി ട്രൂ ആവാം, പി ഫോൾസ് ആവാം. ദെൻ ഫോൾസ്, ഫോൾസ്. ദെൻ പി ഓർ ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇത് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? നമുക്ക് ട്രൂ ആയിരിക്കണം അല്ലേ? ഇതിനകത്ത് ഫസ്റ്റ് വൺ ട്രൂവും സെക്കൻഡ് വണ്ണും ഫോൾസും ആയിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു പി അല്ലേ വരുന്നത്? ദാറ്റ് ഈസ് വാട്ട് റിട്ടേൺ ഹിയർ, ഐഡന്റിറ്റി. ഇനി സിമിലർലി പി ഓർ ടി ഇൻസ്റ്റെഡ് ഓഫ് ഫോൾസ് ഇവിടെ ടി ആണ് വരുന്നതെങ്കിലോ? ടി എന്ന് പറയുമ്പോൾ എല്ലാ കേസിലും ട്രൂ. ദെൻ പി ഓർ ടി എന്ന് പറയുമ്പോൾ എന്താണ്? ടി എന്ന് പറയുമ്പോൾ എന്തായാലും എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ഇനി ആൻഡ് ചെയ്യുന്നത് അതാണ് ഡോമിനേഷൻ ലോസിൽ പറയുന്നത്. ട്രൂ ആയിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വാല്യൂ ആണോ പി അതായിരിക്കും വരുന്നത്. ഇനി ഫോൾസും ആയിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും എല്ലായ്പ്പോഴും വരുന്നത്. ഓക്കെ, ഇനി ഇൻവേഴ്സ് ലോസ് പറയുന്നത് പി ഓർ നെഗേഷൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ ട്രൂ ആയിരിക്കും. പി ആൻഡ് നെഗേഷൻ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഡിമോർഗൻസ് ലോ ആണ്. ഡിമോർഗൻസ് ലോ ഡിജിറ്റലിലെ പോലെ തന്നെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുമ്പോൾ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ. നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി ആൻഡ് നെഗേഷൻ ഓഫ് ക്യൂ. പിന്നെ കുറച്ച് ലോസ് നമ്മളത് പഠിച്ചതാണ്. ഇംപ്ലിക്കേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ. അത് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അബ്സോർപ്ഷൻ അകത്ത് പറയുന്നത് പി ഓർ പി ആൻഡ് ക്യൂ ഈസ് ഈക്വൽ ടു പി. സിമിലർലി പി ആൻഡ് പി ഓർ ക്യൂ ഇസ് ഈക്വൽ ടു പി. ഇത് നിങ്ങൾ ട്രൂത്ത് ടേബിൾ എഴുതി നോക്കൂ. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോൺട്രാപോസിറ്റീവ് ആണ്. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ കോൺവേഴ്സ് ഇൻവേഴ്സ് ഇംപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് പി ഇംപ്ലൈസ് ക്യൂ ഇസ് ഈക്വൽ ടു നെഗേഷൻ ഓഫ് ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഡബിൾ നെഗേഷൻ വരികയാണെങ്കിലോ? ഇതെല്ലാം നമ്മൾ ഡിജിറ്റലിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ. അവര് പേര് മാറ്റി തരുന്നു എന്ന് മാത്രം. നെഗേഷൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ പി ആയിരിക്കും. ഡോമിനൻസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. എന്തായിരുന്നു? പി ഓർ ട്രൂ ഇസ് ഈക്വൽ ടു ട്രൂ ആയിരിക്കും. പി ആൻഡ് ഫോൾസ് ഇസ് ഈക്വൽ ടു ഫോൾസ് ആയിരിക്കും. ഡോമിനൻസ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഡോമിനേഷൻ ലോസ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലായിരുന്നു? ഐഡന്റിറ്റി ആൻഡ് ഡോമിനേഷൻ ലോസിനകത്ത്. ഓക്കെ, സെയിം കോൺസെപ്റ്റ് ഓൺലി.
ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ലോജിക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്. സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. വി വിൽ കണ്ടിന്യൂ വിത്ത് ഫ്യൂ പ്രോബ്ലംസ് ആൻഡ് അതർ കോൺസെപ്റ്റ്സ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അതുപോലെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ പ്ലീസ് ഡു മെൻഷൻ ഇൻ ദ കമന്റ് ബോക്സ്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഹിയർ ഐ ആം സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.